ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ 7 മൊഴികൾ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. CSI ഹിൽ വാലി ചാനലിലൂടെ വീണ്ടും നിങ്ങളോട് ബന്ധപ്പെടുവാൻ ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും കരയേറ്റുന്നു. ശാമ്പൽ ബുധൻ മുതൽ ആരംഭിക്കുന്ന നോൻപ് കാലഘട്ടം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളാണ്. പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ, ഉപവാസത്തിലൂടെ, ആരാധനകളിലൂടെ നാം ആത്മീക ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കേണ്ടതായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. കുരുത്തോല പെരുന്നാൾ മുതൽ ആരംഭിക്കുന്ന ആ ഒരാഴ്ച ദിവസങ്ങളെ കഷ്ടാനുഭവ വാരം, പീഡാനുഭവ വാരം, വിശുദ്ധ വാരം എന്ന പേരുകളിൽ നാം പറയാറുണ്ട്. ഞായറാഴ്ച ദിവസം കുരുത്തോല പെരുന്നാൾ, യേശുവിന്റെ കഴുതപ്പുറത്തിരുന്നുള്ള യെരുശലേമിലേക്കുള്ള യാത്ര, യേശു യെരുശലേം ദേവാലയത്തെ കണ്ടുകൊണ്ട് കരയുന്ന യേശു. തിങ്കളാഴ്ച ദിവസം പ്രതീക്ഷയോട് വരുന്ന യേശു കർത്താവ്, ഫലം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ യേശു കർത്താവിനുണ്ടായിരുന്നു. എന്നാൽ ആ അത്തിവൃക്ഷമോ യേശു കർത്താവിന്റെ പ്രതീക്ഷകളൊക്കെയും നഷ്ടപ്പെടുത്തി. ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് ഉത്തരം ചൊല്ലുന്ന യേശുവാണ്. പരീശന്മാരും സദൂക്യർ, പുരോഹിതന്മാർ യേശുവിനെ കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടി പലവിധമായ ചോദ്യങ്ങൾ യേശുവിനോട് കൂടെ ചോദിച്ചു. എന്നാൽ യേശു കർത്താവ് അതിന് തക്കതായ ഉത്തരങ്ങൾ അവർക്ക് നൽകിയതായിട്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബുധനാഴ്ച ദിവസം എന്ന് പറയുന്നത് തൈലാഭിഷേകം ചെയ്യപ്പെട്ട യേശുവാണ്. ആ സ്ത്രീയിലൂടെ തൈലാഭിഷേകം ചെയ്യപ്പെട്ട യേശു ആ സ്ത്രീയെ അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ വ്യാഴാഴ്ച ദിവസം പെസഹ ആചരിക്കുന്ന യേശു. ഈ പെസഹ ആചരിക്കുന്നതിലൂടെ പുതിയ ഉടമ്പടി യേശു കർത്താവ് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അന്ത്യ അത്താഴം പങ്കിട്ട യേശു ആ സമയം തന്നെ കാണിച്ചു കൊടുക്കുന്ന യൂദാസിനെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം യേശു കർത്താവ് ഒലിവ് മലയ്ക്ക് പോകുന്നു. യേശുവിന്റെ മരണത്തെക്കുറിച്ചും ഉയിർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും ശിഷ്യന്മാരോട് കൂടെ പങ്കുവയ്ക്കുകയാണ്. എന്നാൽ പത്രോസ്, നാഥ, ഇതൊന്നും അങ്ങേക്ക് സംഭവിക്കരുതേ എന്ന് യേശുവിനോട് കൂടെ പറയുമ്പോൾ യേശു കർത്താവ് പത്രോസിനെ ശാസിക്കുന്ന ഒരു ഭാഗമാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അത് മാത്രമല്ല, പത്രോസിനോട് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യം, ഈ രാത്രിയിൽ കോഴിക്കൂകും മുമ്പേ 3 വട്ടം നീ എന്നെ തള്ളി പറയും എന്ന് യേശു കർത്താവ് പത്രോസിനോട് കൂടെ പറയുന്ന ആ ഒരു സംഭവം. ഇത് കഴിഞ്ഞതിന് ശേഷം യേശു കർത്താവ് ഗെത്സമനെ തോട്ടത്തിലേക്ക് 3 ശിഷ്യന്മാരുമായിട്ട് കടന്നു പോകുകയും യേശു കർത്താവ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പിതാവിനോട് കൂടെ പ്രാർത്ഥനയിലൂടെ ബന്ധപ്പെടുന്നതായ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. യേശു കർത്താവ് ഇപ്രകാരം പിതാവിനോട് കൂടെ പ്രാർത്ഥിക്കുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, അങ്ങ് ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ എന്ന് പിതാവിനോട് കൂടെ പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെ യേശു കർത്താവ് ഉണർത്തിക്കൊണ്ട്, നിങ്ങൾ ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, നാളെ അടുത്തു, എഴുന്നേൽപ്പിൻ, എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് ശിഷ്യന്മാരോട് കൂടെ പറയുന്നു. ആ സമയം യൂദാസും പുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാർ വലിയൊരു പുരുഷാരവും വാളും വടികളും തടികളുമായിട്ട് യേശുവിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ യൂദാ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു.
അടുക്കൽ വരുന്ന യൂദാസിനോട് യേശു, സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് പറയുമ്പോൾ യേശുവിനെ പിടിക്കുകയും യേശുവിനെ ചങ്ങലകളാൽ കെട്ടി അടിച്ചും കൊണ്ട് യേശുവിനെ കൊണ്ടുപോകുന്ന ആ സംഭവം. ഇത് കഴിഞ്ഞതിന് ശേഷം യേശു കർത്താവിന് രണ്ട് വിധമായ വിചാരണയാണ് നടക്കുന്നത്. ഒന്ന്, മതപരമായ വിചാരണ. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ ഹന്ന, ഹയപ്പാവ്, ശാസ്ത്രിമാർ, മൂപ്പന്മാർ, മഹാപുരോഹിതന്മാരെല്ലാം ആയിരിക്കുന്ന ആ സ്ഥലത്ത് മഹാപുരോഹിതൻ യേശുവിനെ നോക്കിക്കൊണ്ട്, നീ ദൈവത്തിന്റെ പുത്രനാണോ? ക്രിസ്തു അതിന് ഉത്തരമായിട്ട് പറയും, ഞാൻ ആകുന്നു എന്ന് ഉത്തരം യേശു കർത്താവ് പറയുമ്പോൾ ഇവൻ മരണയോഗ്യൻ എന്നും പറഞ്ഞുകൊണ്ട് യേശു കർത്താവിനെ ചിലർ അടിക്കുകയും തുപ്പുകയും ചെയ്ത് കന്നത്ത് അടിക്കുന്ന ഒരു സംഭവമാണ്. രണ്ടാമത്, രാഷ്ട്രീയപരമായ വിചാരണയാണ് യേശുവിന് നടക്കുന്നത്. പീലാത്തോസിന്റെ മുമ്പിൽ യേശു കർത്താവ്, കുറ്റം ചെയ്യാത്ത യേശു പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെയും യേശു കർത്താവിനോട് കൂടെ ചോദ്യം ചോദിക്കുന്ന പീലാത്തോസ് യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ല. അതിനുശേഷം പീലാത്തോസിൽ നിന്നും ഹേരോദാവിന്റെ മുമ്പിൽ യേശു കൊണ്ടുപോകപ്പെടുന്നു. അവിടെ ഹേരോദാവിന്റെ മുമ്പിൽ വെച്ച് യേശു കർത്താവിന് മിനുക്ക് വസ്ത്രം ധരിപ്പിച്ച് യേശുവിനെ പരിഹസിച്ചു. എന്നാൽ ഹേരോദാവിന് മരണശിക്ഷ നൽകുവാനുള്ള അധികാരമില്ല. അതുകൊണ്ട് വീണ്ടും പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ കൊണ്ടുപോവുകയാണ്. പീലാത്തോസിന് യേശുവിനെ വിടുവിക്കുവാൻ മനസ്സ് ഉണ്ട് എങ്കിലും ജനത്തിന്റെ ആഗ്രഹപ്രകാരം, ജനത്തിന്റെ ജനപ്രീതി തേടുവാൻ വേണ്ടി ജനമെല്ലാം യേശുവിനെ ക്രൂശിക്ക, പരവാസിനെ വിട്ടേക്ക എന്നുള്ള ശബ്ദം ഉയർന്നപ്പോൾ യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതേ സമയം ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പീലാത്തോസ് പറയും. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിക്കുന്ന ഭാഗമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വെള്ളിയാഴ്ച ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ വെള്ളിയാഴ്ച ദിവസം യേശുവിനെ ക്രൂശിക്കുന്ന ഒരു ദിവസമാണ്. രാവിലെ 9 മണിക്ക് ഏകദേശം യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. കപാല സ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന ആ കൊൽഗദ മലയിൽ 2 കള്ളന്മാരുടെ നടുവിൽ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു. ക്രൂശിൽ തൂങ്ങിക്കൊണ്ട് പറഞ്ഞ 7 മൊഴികൾ അർത്ഥമുള്ള മൊഴികളാണ്. ഈ 7 മൊഴികളെ കുറിച്ച് 7 മുത്തുക്കളെന്നും 7 പഴങ്ങളെന്നും 7 ധ്വനികളെന്നും 7 പൂക്കളെന്നും പറയുന്നവരുണ്ട്. 1 മുതൽ 3 വരെയുള്ള വാക്കുകൾ മറ്റുള്ളവർക്ക് വേണ്ടി യേശു കർത്താവ് പറയുന്ന വാക്കുകളാണ്. എന്നാൽ അതേസമയം 4 മുതൽ 7 വരെയുള്ള വാക്കുകൾ തനിക്ക് വേണ്ടി യേശു കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 1-ാമത്തെ വാക്യം ക്ഷമിക്കുന്ന യേശുവായിട്ടും, 2-ാമത്തെ വാക്ക് പരദീസ് വാഗ്ദാനം ചെയ്യുന്ന യേശുവായിട്ടും, 3-ാമത്തെ മൊഴി അമ്മയെ ബഹുമാനിക്കുന്ന യേശുവായിട്ടും, 4-ാമത്തെ മൊഴി കൈവിടപ്പെട്ട അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്ന യേശുവായിട്ടും, 5-ാമത്തെ മൊഴി ദാഹിക്കുന്ന യേശുവായിട്ടും, 6-ാമത്തെ മൊഴി എല്ലാം നിവൃത്തിയാക്കിയ യേശുവായിട്ടും, 7-ാമത്തെ മൊഴി പിതാവിന്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ച യേശുവായിട്ടും ആ മൊഴികളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. തുടർന്നുള്ള ഓരോ മൊഴികളെ കുറിച്ചും ഓരോരുത്തരും തുടർന്ന് ചിന്തിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ